ശ്രീവത്സാംഗം ഓരസ്കം ശ്രീവത്സാംഗം മഹോരസ്കം വനമാലാവിരാജിതം ശ്രീവത്സാംഗം മഹോരസ്കം വനമാലാവിരാജിതം ശംഖചക്രധരം ദേവം ശംഖചക്രധരം ദേവം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കൃഷ്ണം വന്ദേ വന്ദേ ജഗദ്ഗുരും ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ കണ്ടത് ശ്രീമദ് ഭാഗവതത്തിലെ 9-ാം അധ്യായമായ ഭീഷ്മരുടെ ദേഹത്യാഗത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നമുക്ക് 10-ാം അധ്യായം കാണാം. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള ആഗമനമാണ്. അധ്യായം തുടങ്ങുന്നത് നൈമിഷാരണ്യത്തിൽ വച്ച് ശൗനകൻ സൂതമഹർഷിയോട് ചോദിക്കുന്നതാണ്. അദ്ദേഹം ചോദിച്ചു, ആതതായികളായി വഴക്കടിച്ചു വന്ന തൻ്റെ ശത്രുക്കളെ നിഗ്രഹിച്ചതിന് ശേഷം തന്മൂലമുണ്ടായ മനോവ്യഥയിൽ ധർമ്മപാലകനായ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോടൊപ്പം എങ്ങനെയായിരുന്നു രാജ്യപാലനം ചെയ്തിരുന്നത്? സൂതൻ ആ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ പറഞ്ഞു. കുരുവംശ ദവാഗ്നിയിൽ നിന്നും പാണ്ഡവരെ രക്ഷിച്ചെടുത്ത് യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചതിൽ ഭഗവാൻ സംതൃപ്തനായിരുന്നു. ഭീഷ്മരുടെയും ഭഗവാന്റെയും ഉപദേശങ്ങൾ സ്വീകരിച്ച് സകല ഭ്രമങ്ങളും അകന്ന് യുധിഷ്ഠിരൻ തൻ്റെ കർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു. അദ്ദേഹം തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ഭൂമിയെ ധർമാധിഷ്ഠിതം പരിപാലിച്ചു. വേണ്ടത്ര മഴയിൽ ഭൂമി അത്യധികം സമ്പുഷ്ടയായി. ആനന്ദാതിരേകത്താൽ പശുക്കളുടെ പാൽ സ്തനം ചുരന്നൊഴുകി ഭൂമിയെ നനച്ചു. നദികളും സമുദ്രങ്ങളും മലകളും കൊടിമുടികളും വനങ്ങളും ലതകളും ഔഷധികളും എക്കാലവും അങ്ങേയറ്റം ധർമ്മപുത്രരുടെ രാജ്യത്തെ സമൃദ്ധമാക്കി. അജാത ശത്രുവായ യുധിഷ്ഠിരൻ്റെ രാജ്യത്തിൽ യാതൊരു ജീവിക്കും യാതൊരു കാലത്തും ആദി ഭൗതികമോ ആദി ദൈവികമോ ആധ്യാത്മികമോ ആയ യാതൊരുവിധ ആദികളും വ്യാധികളും ക്ലേശങ്ങളും അനുഭവപ്പെട്ടിരുന്നില്ല. തൻ്റെ സുഹൃത്തുക്കളെ സമാശ്വസിപ്പിക്കാനും സഹോദരി സുഭദ്രയുടെ സന്തോഷത്തിനുമായി ഭഗവാൻ ഏതാനും മാസങ്ങൾ ഹസ്തിനപുരത്തിൽ തന്നെ താമസിച്ചു. ദ്വാരകയിലേക്ക് പുറപ്പെടാനായി ഭഗവാൻ ധർമ്മപുത്രരോട് അനുമതി ചോദിച്ചു. ധർമ്മപുത്രർ ഭഗവാനെ ബഹുമാനപൂർവ്വം ആശ്ലേഷിച്ച് അനുമതി നൽകി. മറ്റുള്ളവരെ കൂടി ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചതിന് ശേഷം കൃഷ്ണൻ രഥത്തിലേറി. ആ സമയം സുഭദ്ര, ദ്രൗപദി, കുന്തി, ഉത്തര, ഗാന്ധാരി, ധൃതരാഷ്ട്രർ, യുയുത്സു, കൃപാചാര്യർ, നകുലൻ, സഹദേവൻ, ഭീമൻ, ദൗമ്യൻ, സത്യവതി തുടങ്ങിയ ബന്ധുമിത്രാദികൾക്ക് ശാർഗധന്വനായ ഭഗവാന്റെ വേർപിരിയൽ താങ്ങാനായതായിരുന്നില്ല. അവർ മോഹിച്ചു തളർന്നിരുന്നു. അതിൽ ആശ്ചര്യം ഒന്നും തന്നെയില്ല. കാരണം ഒരിക്കലെങ്കിലും സത്സംഗത്താൽ ഭഗവത് മഹിമകൾ കേട്ട് ദുസ്സംഗമകന്ന ഒരു ഭക്തൻ ആ ഭഗവാനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ശക്തരാവുകയില്ല. അങ്ങനെയിരിക്കെ കൂടെ ഉണ്ടും ഉറങ്ങിയും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചും സ്പർശിച്ചും ഇരുന്നും കഴിഞ്ഞിരുന്ന പാണ്ഡവർ അവൻ്റെ വിരഹം എങ്ങനെ സഹിക്കും? മിഴി ചിമ്മാതെ
ഉരുകുന്ന ഹൃദയത്തോടെ സ്നേഹബദ്ധരായി അവർ ഭഗവാനെ തന്നെ നോക്കി നിന്നു. വിവശരായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഭഗവാന്റെ വിരഹത്താൽ കണ്ണുനീർ വാർത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പുറത്തു വന്നു. എങ്കിലും ഭഗവാന് എന്തെങ്കിലും അഭദ്രമായി സംഭവിക്കുമോ എന്ന ഭയത്താൽ അവർ തങ്ങളുടെ കണ്ണുകൾ തുടച്ചു. ഭഗവാൻ ഹസ്തിനപുരത്തു നിന്നും യാത്ര പുറപ്പെടാൻ ആരംഭിക്കവേ ദുന്ദുഭി, ഭേരി മുതലായ വാദ്യവൃന്ദങ്ങളും ശംഖുകളും വീണയും ഓടക്കുഴലും വിളിച്ച് സ്നേഹിതർ ഭഗവാനെ ആദരിച്ചു. ഭഗവത് പ്രേമത്താൽ അന്തഃപുര സ്ത്രീകളെല്ലാം കൊട്ടാരത്തിൻ്റെ ശിഖരത്തിൽ കയറി നിന്നുകൊണ്ട് പുഞ്ചിരി തൂകി ഭഗവാന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. ഗുഢാകേശനായ അർജുനൻ തൻ്റെ പ്രിയമിത്രമായ ഭഗവാന് ചൂടാൻ രത്നം പതിപ്പിച്ച ദണ്ഡമുള്ളതും മുത്തും ചരടുമൊക്കെ കൊണ്ട് അലങ്കരിച്ചതുമായ ഒരു വർണ്ണക്കുട എടുത്തു പിടിച്ചു. പുഷ്പം വിരിച്ച ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ഭഗവാനെ ഉദ്ധവരും സാത്യകിയും ചേർന്ന് വെഞ്ചാമരത്താൽ വീശി. നിർഗുണസ്വരൂപനായ പരമ്പൊരുൾ മാനുഷ വേഷം കൈക്കൊണ്ട് കൃഷ്ണനായി അവതരിച്ചു നിൽക്കുമ്പോൾ അവനോട് കാട്ടുന്ന ആശിസ്സുകളെല്ലാം അനിർവചനീയമെന്ന് ബുദ്ധജനം ഘോഷിക്കുന്നു. ഹൃദയത്തിൽ ഉത്തമ ശ്ലോകനോടുള്ള പ്രേമവായ്പിൽ ഹസ്തിനപുരത്തിലെ ഗൃഹങ്ങൾ തോറും സ്ത്രീകൾ ഭഗവാന്റെ മഹിമയെ വേദമന്ത്രങ്ങളെപ്പോലെ മനോഹരമായി വർണ്ണിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇവൻ ആ പരമാത്മാവാണ്. സൃഷ്ടിക്ക് മുന്നേ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കത്തിൽ സകല ശക്തികളും ഉൾവലിയുന്നത് പോലെ ജഗതീശ്വരനായ ഇവനിലേക്ക് തന്നെ സർവഭൂതങ്ങളും ലയിക്കുകയും ചെയ്യുന്നു. ആ ഭഗവാൻ തന്നെ വീണ്ടും ആത്മമായയാൽ ഭൂതങ്ങളെ സൃഷ്ടിച്ച് അവയ്ക്ക് നാമരൂപങ്ങൾ നൽകി അവയെ തൻ്റെ മൂലപ്രകൃതിയുടെ അധീനതയിലാക്കുന്നു. ഭക്തിയോടെ ജിതേന്ദ്രിയരായി ജീവിതത്തെ നയിക്കുന്ന ബുധജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആ പരമാത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ഉത്തമ ഭക്തന്മാർക്ക് മാത്രമേ ഈ വിധം ആനന്ദം അനുഭവയോഗ്യമായി വരൂ. ഹേ സഖികളെ, നിസ്പൃഹനായി നിന്നുകൊണ്ട് സകലതിനെയും സൃഷ്ടിച്ച് പാലിച്ച് സംഹരിക്കുന്ന ആ ഭഗവാന്റെ മഹിമയാണ് അത്യന്തം രഹസ്യമായി ശ്രുതികൾ പോലും ഘോഷിക്കുന്നത്. അധർമ്മികളായ മനുഷ്യരും രാജാക്കന്മാരും പെരുകുമ്പോൾ ഈ ഭഗവാൻ തൻ്റെ മായയാൽ പരമസത്യമായി പല ഭാവത്തിലും രൂപത്തിലും ഇവിടെ അവതരിച്ച് യുഗങ്ങൾ തോറും കാരുണ്യത്തോടെ ശിഷ്ടരെ പരിപാലിക്കുന്നു. എത്ര ധന്യമാണ് ഈ യദുവംശം! എത്ര പാവനമാണ് ഈ മധുര! സകല ഭൂതങ്ങൾക്കും ഈശ്വരനായ ഭഗവാൻ ശ്രീപതി വന്ന് പിറന്ന് അവിടമാകെ കേളികളാടി അവിടം പവിത്രമാക്കിയിരിക്കുന്നു. അത്ഭുതം തന്നെ! ദ്വാരക സ്വർഗത്തേക്കാൾ മനോഹരവും യശസ്സാർന്നതുമാണ്. അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ജീവേശ്വരനെ നിത്യവും കൺമുന്നിൽ കണ്ട് ആനന്ദിക്കും. അവൻ്റെ അനുഗ്രഹവർഷങ്ങൾ അവർക്കെന്നെന്നും ഇനി സുലഭം. എത്ര വ്രതങ്ങളും തീർത്ഥങ്ങളും യാഗങ്ങളും ചെയ്തതിനാലാകണം ഇവൻ്റെ ഭാര്യമാർ ഇവനാൽ പാണിഗ്രഹണം ചെയ്യപ്പെട്ട് ഇവൻ്റെ സ്നേഹലാളനകൾക്ക് പാത്രമായിരിക്കുന്നത്. വ്രജത്തിലെ സുന്ദരിമാർ ഇങ്ങനെയൊരു ഭാഗ്യവും സ്വപ്നം കണ്ട് മോഹാലസ്യപ്പെട്ട് ജീവിക്കുന്നു. രുക്മിണി, സത്യഭാമ, ജാമ്പവതി തുടങ്ങി തൻ്റെ ഭാര്യമാരെ കൃഷ്ണൻ ബലപ്രയോഗത്തിലൂടെ ശിശുപാലൻ മുതലായ ശക്തിമാന്മാരെ വധിച്ചതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. ദ്വാരകയിൽ ഇവരെ കൂടാതെ ഇനിയും ഭഗവാന് കുറേ അധികം പത്നികളുണ്ട്. അവരെയും ഭഗവാൻ പാണിഗ്രഹണം ചെയ്തത് ആയിരക്കണക്കിന് എതിരാളികളെ തകർത്തുകൊണ്ടായിരുന്നു. അവർക്ക് മക്കളായി പ്രദ്യുമ്നൻ, സാമ്പൻ തുടങ്ങിയവരുമുണ്ട്. സ്ത്രീത്വത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വർത്തിക്കുന്ന ഈ സ്ത്രീകളുടെ വ്യക്തിത്വമോ പരിശുദ്ധിയോ ഒന്നും നോക്കാതെ ഭഗവാൻ ഇവരെ തൻ്റെ ഹൃദയകമലത്തിൽ വച്ചു സ്നേഹിച്ചു ലാളിച്ചു. സൂതൻ ഋഷികളോട് വീണ്ടും പറയുകയാണ്, ഇത്തരത്തിൽ ഹസ്തിനപുരത്തെ സ്ത്രീകൾ ഭഗവാനെ പ്രശംസിച്ചു വണങ്ങിയപ്പോൾ ഭഗവാൻ അവരിൽ കാരുണ്യവാനായി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ശത്രുക്കളില്ലാത്ത ധർമ്മപുത്രർ മധുസൂദനനായ ഭഗവാന്റെ രക്ഷയ്ക്കെന്നോണം ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ചതുരംഗപ്പടയെയും ഒപ്പം കൂട്ടി. പാണ്ഡവർ കുറേ ദൂരം ഭഗവാനോടൊപ്പം യാത്ര ചെയ്തു. ഭഗവാന്റെ വിരഹത്തിൽ അവർ അത്യധികം ദുഃഖിച്ചു. ഒടുവിൽ കൃഷ്ണൻ അവരെ തിരികെ പോകാൻ അനുവദിച്ചു. കുറേ സ്നേഹിതരുമായി തൻ്റെ സ്വന്തം നഗരത്തിലേക്ക് യാത്രയായി. ഹേ ശൗനക, പാഞ്ചാലദേശവും ശൂരസേനവും ബ്രഹ്മവർത്തവും യമുനയുടെ തീരങ്ങളും കുരുക്ഷേത്രവും മറ്റും എല്ലാം കടന്ന് ശ്രീകൃഷ്ണൻ ഒടുവിൽ ദ്വാരകയിലെത്തി. ഈ സ്ഥലങ്ങളിലെല്ലാം ഭഗവാൻ അതാത് ദേശവാസികളിൽ നിന്നും ഭക്തി പുരസ്സരം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം
ഭഗവാൻ യാത്ര നിർത്തി സന്ധ്യാവന്ദനവും ചെയ്തിരുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 10-ാം അധ്യായം സമാപിച്ചു.